പുള്ളി അവിടെ അടുത്ത് തന്നെ മേടിച്ചു കൊടുക്കുള്ളൂ, കാരണം അവരെ കൊണ്ട് ആവശ്യമുള്ളൂ അതിലേക്ക് വിടില്ല. നിൽക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തിലും സഭയിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപയോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്തയും ബന്ധുക്കളും മിത്രങ്ങളും സുഹൃത്തുക്കളുമാണ് കൂടുതലും ഒന്നിച്ചേരലാണ്. ദൈവത്തിന്റെ കൃപ പ്രത്യേകം ഇതുപോലെയുള്ള നല്ല കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിൽ തുടരുന്നതിന് ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ള ഒരു സന്ദർഭമായിട്ട് നമുക്ക് ഇതിനെ കാണാം. അങ്ങനെ ദൈവം നമ്മുടെ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ആ ദൈവമാണ് നമ്മുടെ സ്തുതിക്കുന്നെന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനം നിങ്ങൾക്ക് ശിക്ഷാവധി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും എന്റെ സന്നിധിയുടെ സൃഷ്ടിക്കുന്നതാകട്ടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങനെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പരീക്ഷവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ നഗരത്തിൽ ഇപ്പോഴും എപ്പോഴും വലിയ പള്ളിയിൽ നെടുമ്പാങ്കാരുമായ പള്ളിയിലാണ് പള്ളി തുറക്കുന്നത്. പിന്നെ 5 മണിയാകുമ്പോൾ വീണ്ടും പള്ളി തുറക്കുന്നു. അപ്പൊ അങ്ങനെ എന്തെന്താണ് ഇപ്പോൾ
കളിപ്പിക്കാനാണോ? കിട്ടിയില്ല ശരിയാകും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇവരെ അറിയാൻ പോകുന്നത്. ആക്ഷനൊന്നുമില്ലേ? ഉള്ളതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ ഇങ്ങോട്ട് തെരഞ്ഞെടുക്കാൻ. ഞാൻ 2 ദിവസം ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാൻ പോയതായിരിക്കും. അവിടെ വന്നിട്ട് പോകുന്ന എപ്പോഴാ? ഈ ഫോട്ടോ ഞാൻ ഫോട്ടോ ഇല്ല അല്ല ഇങ്ങനെ വീട് പോയി
85 വർഷമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പിതാക്കന്മാര്, പൂർവികന്മാര്, പഴയ നിയമത്തിൽ വായിക്കുന്ന അനേക പിതാക്കന്മാരെ കുറിച്ച് നാം ഇസഹാക്ക്, യാക്കോബ്, ഇവരെയൊക്കെ ദൈവം വിളിച്ചു. മോശയെ ദൈവം വിളിച്ചു. അവരോട് ദൈവം പറഞ്ഞു, നീ നിർഭയനായിരിക്കുക. ചിന്നാച്ചനോട് ഇപ്പോൾ അത് പറയാണ് ദൈവം. 85 വർഷം കഴിഞ്ഞ ചിന്നാച്ചനോട് ദൈവം പറയുന്നത്, നീ നിർഭയനായിരിക്കുക, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു അഷുറൻസ് എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് കിട്ടുന്നത്? ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. നീ നിർഭയനായിരിക്കുക, ഞാൻ നിന്നോടുകൂടിയുണ്ട്, നിനക്ക് ഒരു അനർത്ഥവും ഉണ്ടാകുകയില്ല. നീ എന്റെ ദാസനാണ്, എന്നെ നീ സ്നേഹിച്ചവനാണ്. നിന്റെ കരുണയും പ്രകാരം ഞങ്ങളോട് പ്രവർത്തിപ്പാൻ തിരുവിഷ്ടമുണ്ടായതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നിനക്ക് സ്തുതി. യാതൊന്നിനും പ്രാപ്തിയില്ലാത്തവരായി ഞങ്ങൾക്ക് അപ്പോഴപ്പോൾ ആവശ്യമായി തന്ന് അനുഗ്രഹിക്കുന്നവനായ നിനക്ക് സ്തുതി. കൃപ മൂലം ലോകത്തെ അനുഗ്രഹിക്കുന്നവനായ നിനക്ക് സ്തുതി. സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, ദിവ്യകരുണയുടെ 1 വർഷം കൂടി പിന്നിട്ട നിന്റെ ഈ ദാസന് വേണ്ടി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ജീവൻ നൽകുന്നവനും ഞങ്ങളുടെ ജീവനെ പരിപോഷിപ്പിക്കുന്നതിനുമായ നിനക്ക് സ്തുതി. ഈ നിന്റെ ദാസന് നൽകണമേ എല്ലാവിധമായ അനുഗ്രഹങ്ങളും. നിന്റെ ഏകജാതന്റെ സഹോദരനായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ജന്മദിനത്തില് ഈ നിന്റെ ദാസൻ നിരന്തരം നിന്റെ പ്രകാശം കാണുവാനും സത്യവും നീതിയും നീ പരിപാലിച്ചതിനായി ഇവനും ഞങ്ങളും നിന്റെ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവേ, നിന്റെ വചനം ഇവന്റെ കാലുകൾക്ക് ദീപമായിരിക്കണമേ. ഹാപ്പി ബർത്ത്ഡേ ടു ആരാ ചൊല്ലുന്നു? ഹാപ്പി ബർത്ത്ഡേ. ഊതിക്കെടുത്തുന്ന ആരാ? Happy birthday to you, Papa Ben. Happy birthday